സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാക്സ്റ്റോപ്പിയ. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായില്ല. നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ വീണ്ടും നമ്മൾ റെസ്യൂം ചെയ്യാൻ പോവാണ് ചാനൽ. അപ്പോൾ 9ാം ക്ലാസ്സിലെ മാത്സിന്റെ ടോപ്പിക്ക് തന്നെ വെച്ച് തുടങ്ങി നമുക്ക് ചാനൽ തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ വന്നാലേ ഉള്ളൂ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ സോൾവിങ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് മാത്സിന്റെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്താണ്, ഞാൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വേഗം പോകാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്താണ്, ലീനിയർ ഇക്വേഷൻ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. സപ്പോസ് നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 20. ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണുള്ളത്? ഒരു വേരിയബിൾ ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. എക്സ് വൈ എന്ന് പറയുന്നതാണ് വേരിയബിൾ. അതായത് വാല്യൂ മേ ചേഞ്ച്, ഒരു വാല്യൂവിന്റെ അനുസരിച്ച് മറ്റൊരു വാല്യൂ ചേഞ്ച് ആവുന്നതിനാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ നോക്കുക, എക്സിന്റെ വാല്യൂ 15ഉം വൈയുടെ വാല്യൂ 5 ആവുമ്പോഴാണ് 20 ആവുന്നത്. അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ 16 വൈയുടെ വാല്യൂ 4 ആവുമ്പോഴാണ് 20 ആവുന്നത്. സോ ഇവിടെ എക്സിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ മാറുന്നുണ്ട്, എന്നാൽ 20ക്ക് മാറ്റമൊന്നുമില്ല. സോ ദിസ് 20 ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ആൻഡ് ദിസ് എക്സ് ആൻഡ് വൈ ആർ കോൾഡ് വേരിയബിൾസ്. ക്ലിയർ അല്ലേ? ദെൻ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഒരു രണ്ട് വേരിയബിളിനെ ഒരു ഓപ്പറേഷൻ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, അതിനൊരു ഈക്വൽ ടു വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇക്വേഷനായി. ദിസ് ഈസ് കോൾഡ് ലീനിയർ ഇക്വേഷൻ. ഇനി എക്സിന്റെയും വൈയുടെയും പവർ 1 ആയി കഴിയുമ്പോൾ അതാണ് ലീനിയർ ഇക്വേഷൻ. പവർ 2 ആയി കഴിയുമ്പോൾ, ഡിഗ്രി ഒക്കെ 2 ആയി കഴിയുമ്പോൾ കേസസ് മാറുന്നു. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ഒരു പേനയും ഒരു പെൻസിലും ഉണ്ട്. രണ്ടിന്റെയും കൂടി വില എന്ന് പറയുന്നത് 25 രൂപയാണ്. എനിക്ക് പേനയുടെ വില അറിയില്ല, പെൻസിലിന്റെ വില അറിയില്ല. അപ്പൊ എങ്ങനെ നമ്മളത് കണ്ടെത്തും? നമുക്ക് ഏതെങ്കിലും ഒന്നിന്റെ വില, ഒരു പക്ഷേ പെൻസിലിന്റെ വില തന്നിരുന്നെങ്കിൽ, പേനയുടെ വില തന്നിരുന്നെങ്കിൽ നമുക്ക് പെൻസിലിന്റെ വില 6 ആക്കി എടുക്കായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്നിന്റെ വില അറിഞ്ഞാലേ ഉള്ളൂ മറ്റതിന്റെ വില കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ലീനിയർ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് സോൾവിങ് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വെച്ച് നമുക്ക് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി എഴുതി എടുക്കണം. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ ₹1,100. അപ്പൊ ബാഗിനും ഒരു സ്ലിപ്പറിനും കൂടിയാണ്, പെയർ ഓഫ് സ്ലിപ്പറിനും കൂടിയാണ് 1,100. മാക്സിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പൊ നമുക്ക് ബാഗിനെ നമുക്ക് എക്സ് ആക്കി കൊടുക്കാം, സ്ലിപ്പറിനെ നമുക്ക് വൈ ആക്കി കൊടുക്കാം. നമുക്കത് 1100 ആണെന്ന് തന്നിട്ടുണ്ട്, അറിയില്ല ഈ രണ്ടിന്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് the bag cost ₹300 more than the slippers. സ്ലിപ്പറിനേക്കാളും ബാഗിന് 300 രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓഫ് കോഴ്സ് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്, 300 രൂപ അല്ലെ. എന്റെ കയ്യിൽ മറ്റേ ആളുടെ കയ്യിലുള്ളതിനേക്കാളും 30 രൂപ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലുള്ളതിന്റെ ഡിഫറൻസ് ആണ് 30. അപ്പൊ നമുക്ക് ഒന്നിന്റെ വില ഒന്നിനേക്കാളും 300 കൂടുതലെന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. അപ്പൊ ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിനെ കളയണം. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വേരിയബിളിനെ കളഞ്ഞാലേ മറ്റേ വേരിയബിളിന്റെ വില നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയാണ് എലിമിനേഷൻ റൂൾ അല്ലെ ഡിലീഷൻ റൂൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത്. ഡിലീഷൻ റൂൾ എങ്ങനെയാണത് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിത് ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ y എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് കളയാൻ വേണം. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള എന്ത് ചെയ്താൽ y എന്ന് പറയുന്ന വേരിയബിൾ പോകും. നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്യാല്ല, കാരണം ഇവിടെ പ്ലസും മൈനസും വന്നേക്കുന്നത് നിങ്ങൾക്കറിയാം. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ അത് കുറയ്ക്കുകയാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 + 2 എടുക്കാം. ഇവിടുത്തെ വലിയ സീനില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. അപ്പൊ നമുക്കിത് x + x 2x വന്നു. ഇവിടുത്തെ പ്ലസ് വൈയും വൈയും ഒരു വൈയിൽ നിന്ന് ഒരു വൈ പോയി കഴിഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം. 1100 300 നമുക്ക് 1400 കിട്ടി. അപ്പൊ നമുക്ക് 2x = 1400. സോ x എങ്ങനെ വരും? 1400 ഡിവൈഡഡ് ബൈ 2 = 700 കിട്ടി. അപ്പൊ നമുക്ക് ബാഗിന്റെ കോസ്റ്റ് 700 എന്ന് കിട്ടി. ഇനി എങ്ങനെയാണ് നമ്മള് സ്ലിപ്പറിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇത് പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതണം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 700 പ്ലസ് ഒരു വേരിയബിൾ കിട്ടിയാൽ പിന്നെ അടുത്തത് കിട്ടാൻ എളുപ്പമാണെന്ന് നമുക്കറിയാം അല്ലെ. 1100. സോ y = 1100 - 700 = 400 നമുക്ക് കിട്ടി.
ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ ഉത്തരം നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന്റെ വാല്യൂ നമുക്ക് 700 ആണ് കിട്ടിയത്, വൈയുടെ വാല്യൂ നമുക്ക് 400 കിട്ടി. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1100 വന്നു. സോ ഇത് നമുക്ക് കറക്റ്റ് ആണ്, ഇറ്റ്സ് വെരിഫൈഡ് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, താങ്ക് യു. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല, കാരണം എക്സിന്റെ ഒക്കെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നു, അല്ലെ എക്സിന്റെ ഒരു വൈയുടെ ഒക്കെ കോഎഫിഷ്യന്റ്. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ഡിഫറെന്റ് ആയിട്ട് വന്നത് എന്താണ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞുതരാം. സപ്പോസ് 2x പ്ലസ് 3y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈയുടെയും എക്സും എന്ന് പറയുന്ന വേരിയബിളിന്റെ കൂടെ നിൽക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ കോഎഫിഷ്യന്റ് ഡിഫറെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതിപ്പോ അവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ പ്രൈസ് ഓഫ് 4 പെൻസ് ആൻഡ് 3 പെൻസിൽസ് ഈസ് 66. 3 പേനയുടെയും 4 പേനയുടെയും 3 പെൻസിലിന്റെയും വില 66 തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും പെൻസിലും പേന ആയതുകൊണ്ട് പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ലെറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പെൻ അങ്ങനെയൊക്കെ എഴുതണം. ലെറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പെൻ, പെന്നിന്റെ വില എക്സ് എന്നിരിക്കട്ടെ. കോസ്റ്റ് ഓഫ് ദ പെൻ ബി എക്സ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ പെൻസിൽ ബി വൈ. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 4 പേന എന്ന് പറയുമ്പോൾ 4x ആണ്. ദെൻ 3 പെൻസില്, 4 പേനയുടെയും 3 പെൻസിലിന്റെയും വിലയാണ് നമുക്ക് തന്നിരിക്കുന്നത് 66. അപ്പൊ നമുക്ക് ഇതിന് എന്തെന്ന് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 7 പേനയുടെയും 3 പെൻസിലിന്റെയും വില 111 രൂപയാണ്. ഒരു പേനയുടെ വില എക്സ് ആണെങ്കിൽ 7 പേനയുടെ വില 7x, പിന്നെ 3 പെൻസിലിന്റെ വില, പെൻസിൽ നമ്മൾ വൈ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പെൻസിലിന്റെ വില എന്ത് വന്നു? 3y ഇസ് ഈക്വൽ ടു 111. അപ്പൊ ഇതും നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ കാരണം കോഎഫിഷ്യന്റിന് ഇവിടെ സെയിം ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ൽ നിന്ന് 2 കുറയ്ക്കാം, അല്ലെങ്കിൽ 2 ൽ നിന്ന് 1 കുറയ്ക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. നമുക്ക് നോക്കാം. അപ്പം 2 - 1 ഇവിടെ കോഎഫിഷ്യന്റ് ഇതിന്റെ സെയിം ആണ് കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 7x ൽ നിന്ന് 4x പോയാൽ 3x ആണ്. അതുപോലെ തന്നെ ഇവിടെ 0 വന്നു. 111 നിന്ന് നമുക്ക് 66 കുറച്ചാൽ നമുക്ക് എത്രയാണ് വരുന്നത്? 55 അല്ലേ വന്നു. അപ്പം 3x നമുക്ക് 45 ആണ്. അപ്പൊ നമുക്ക് 3x 45 വന്നു. അപ്പൊ നമുക്ക് x എത്ര വരും? 45/3 ഈസ് ഈക്വൽ ടു നമുക്ക് 15 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 × 15 പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66. 15 4 60 പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66. 3y ഈസ് ഈക്വൽ ടു 66 മൈനസ് 60 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വന്നു? 6 എന്ന് വന്നു. സോ y എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 6/3 ഈസ് ഈക്വൽ ടു നമുക്ക് 2 ആണ്. അപ്പൊ നമുക്ക് പെൻസിലിന്റെ കോസ്റ്റ് 2ഉം പേനയുടെ വില നമുക്ക് 15 കിട്ടിയിരിക്കുന്നത് അല്ലെ. നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. 4 × ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വേരിയബിൾസിന്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. 4 × 15 പ്ലസ് 3 × 2 ഈസ് ഈക്വൽ ടു 66 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് വന്നു? നമ്മുടെ ഉത്തരം കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് അടുത്ത ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോഎഫിഷ്യന്റ് ഡിഫറെന്റ് വന്നാൽ എങ്ങനെയാണ് വേരിയബിൾസിനെ സോൾവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോ 2 ഇക്വേഷൻ ഞാൻ എഴുതാം. കോഎഫിഷ്യന്റ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് 2 ഇക്വേഷൻ എഴുതാം. നിങ്ങൾ നോക്കിക്കോളൂ. 3x, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 7. 5x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 37 എന്ന് നമുക്ക് വന്നു. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു എലിമിനേഷൻ മെത്തേഡ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കുക, കോഎഫിഷ്യന്റ് നോക്കുക. സബ്ട്രാക്ട് ചെയ്യാൻ ആഡ് ചെയ്യാൻ പോയാൽ 8x ആണ്. 8x ആണ്. ഇത് 5y ആണ്. എഗെയിൻ വന്നു 44. സോ വീണ്ടും ഈ 2 വേരിയബിൾ വന്നു. അപ്പൊ ഇത് നടക്കില്ല. പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ, ഏതെങ്കിലും ഒരു വേരിയബിളിനെ കളയണമല്ലോ. 5x മൈനസ് 3x 2x ആണ്. 3y മൈനസ് 2y 1y ആണ്. ഞാൻ 2ൽ നിന്ന് 1 ആണ് കുറയ്ക്കുന്നത് കേട്ടോ. അപ്പൊ 37 ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 30. വീണ്ടും 2 വേരിയബിൾ വന്നു. അപ്പൊ ഇതും പോസിബിൾ അല്ല. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. നമുക്കപ്പോ ഏതാണ് വേരിയബിളിനെ കളയേണ്ടത് നിങ്ങൾ ആദ്യമേ തീരുമാനിക്കുക. ഞാനിപ്പോ കളയാൻ പോണ വേരിയബിൾ y ആണ്. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യന്റ്, അതായത് ഈ വൈയോട് ചേർന്ന് കിടക്കുന്നതാണ് കോഎഫിഷ്യന്റ്. ഇത് സെയിം ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഡിവിഷൻ മെത്തേഡ് പ്രാക്ടിക്കൽ ആവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഇതിനെ 2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 6 ആകും. 3നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും 6 ആവും. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പിന്നെ ഇതൊരു ഇക്വേഷൻ ആയതുകൊണ്ട് എനിക്ക് ഇതിനെ മാത്രം എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ ഇക്വേഷന്റെ വിലയ്ക്ക് വ്യത്യാസം വരാണ്ടിരിക്കാൻ
ഈ ഹോൾ ഇക്വേഷനെ ഞാനിത് 6 ആക്കാൻ വേണ്ടിയിട്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? നമുക്ക് ഇക്വേഷൻ 1 into 3 എന്ന് കൊടുക്കാം. അപ്പൊ 3x into 3 9x വന്നു, then 2y into 3 6y വന്നു, then 7 into 3 21 വന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ 6 ആക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇക്വേഷൻ ആയതുകൊണ്ട് ഈ ഹോൾ ഇക്വേഷനെ നമുക്ക് വിലയ്ക്ക് വ്യത്യാസം വരാണ്ടിരിക്കാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ 5x into 2 10x വന്നു, 3y into 2 6y വന്നു, 37 into 2 നമുക്ക് 74 വന്നു. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതിന്റെ കോഎഫിഷ്യന്റും ഇതിന്റെ കോഎഫിഷ്യന്റും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷനെ ഒന്നുകിൽ ഇത് നമുക്കപ്പോൾ 3 എന്ന് കൊടുക്കാം, വ്യത്യാസം വന്നാലും നമുക്ക് 4 എന്ന് കൊടുക്കാം, ഒന്നുകിൽ 3 4 കുറയ്ക്കാം അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 9x ന്ന് 10x പോകും. അപ്പൊ നമ്മൾ എന്താണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിന്റെ സൈൻ എന്തായി മാറും? അത് നെഗറ്റീവ് സൈനായി മാറുമെന്ന് നിങ്ങൾ, നെഗറ്റീവ് മീൻസ് ഓപ്പോസിറ്റ് സൈനായി മാറും. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. അപ്പൊ 9x ന്ന് 10x പോയി കഴിഞ്ഞാൽ ഒരു എക്സ്, ഇവിടെ 10x ആണ് വലുത്, അതുകൊണ്ട് കുറച്ചിട്ട് വലുത് ഏതാണോ അതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ നമുക്ക് -1x വന്നു, 6y 0 ആണ്, 74 ന് 21 പോയി കഴിഞ്ഞാൽ 3, അതുപോലെ തന്നെ ഇത് എത്ര വന്നു? 72 പോയി 5 53 വന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? x is equal to, ഇത് മൈനസ് ആണ് കാരണം വലുത് ഇതാണ്. അപ്പൊ -x is equal to -53 ആണ്. അപ്പൊ വാല്യൂ നമുക്ക് നെഗറ്റീവ് മാറ്റുമ്പോൾ x is equal to 53 എന്ന് വന്നു. ഇത് ഓക്കെ അല്ലേ? ഇനി എക്സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 3 into 53 plus 2y is equal to 7 എന്ന് വന്നു. 3 into 53 നമുക്കറിയാം എത്രയാണ്? 159 ആണ്. പ്ലസ് 2y is equal to 7 ആണ്. ദെൻ നമുക്ക് 2y എന്ന് പറയുമ്പോൾ എന്ത് വന്നു? 7 മൈനസ്, നമുക്കറിയാം എപ്പോഴും കോൺസ്റ്റന്റ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. 7 മൈനസ് 159 എടുത്തു. 2y is equal to നമുക്ക് -152 എന്ന് കിട്ടി. അപ്പോൾ y is equal to -152/2 is equal to നമുക്ക് എത്ര കിട്ടും? -76 എന്ന് വന്നു. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ്, അതായത് കോഎഫിഷ്യന്റ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോഎഫിഷ്യന്റ് സെയിം ആക്കുന്നത്? കോഎഫിഷ്യന്റ് സെയിം ആക്കിയാൽ മാത്രമേ നമുക്ക് ഡിലീഷൻ മെത്തേഡ് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഡിലീഷൻ മെത്തേഡ് വന്നാൽ മാത്രമേ നമുക്ക് ഒരു വേരിയബിളിനെ കളഞ്ഞാൽ നമുക്ക് അടുത്ത വേരിയബിളിന്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.